കഴിഞ്ഞ വീടിക്കകത്ത് പറഞ്ഞിരുന്നു തിരുവോണം ഉണ്ട് കഴിഞ്ഞതും ഞാനും മക്കളും കൂടെ വീട്ടിലോട്ട് വന്നിരുന്നേ, അതായത് മുണ്ടൂരിലോട്ട്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ് കേട്ടോ, 2 പേരെയും കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ വീട്ടിലുള്ളത് അമ്മയച്ചയും മാത്രമാണ്. ഓണം എന്നല്ല എന്തൊരു ആഘോഷം വന്നാലും ഞങ്ങൾ എത്താതെ അവർക്ക് എന്ത് ആഘോഷം? അവിടെ വീട്ടിലും അമ്മയും അച്ഛയൊക്കെ ഉള്ളതുകൊണ്ട് അവരോടൊപ്പം ആഘോഷിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. എന്നാൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസമായിട്ട് വീട് കൂട്ടിയിട്ട് വരില്ല എന്നാണ് ഇവർ പറയാറുള്ളത്. അപ്പൊ പിന്നെ ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ അവിടെ, ഉച്ചയ്ക്ക് ശേഷം ഇവിടെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ അനിയത്തിക്ക് വരാൻ പറ്റിയിരുന്നില്ല കേട്ടോ, നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോ ഇന്നലെ എടുത്ത വീഡിയോ ആണ്, അതായത് അവിട്ടം ദിവസം, തിരുവോണത്തിന്റെ പിറ്റേ ദിവസം. തിരുവോണ ദിവസം ഉണ്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി കിട്ടോ, ഏകദേശം ഒരു 1:30 സമയത്തിന് തന്നെ നമ്മൾ ഇവിടെ എത്തിയിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ഓണപരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ദിവസം പിന്നെ ഇവിടെ വീട്ടിലുള്ള വിശേഷങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇതിപ്പോ രാവിലെ എടുത്തൊന്നും അല്ല കേട്ടോ, ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ്. ഉച്ചവർക്കം കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴത്തേനും അമ്മ ചായ റെഡിയാക്കി വെച്ചിരുന്നു. അതൊക്കെ കുടിച്ച് അമ്മയുടെ പണികളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റടിക്കലും അടുപ്പ് കത്തിക്കാനായിട്ട് നനയാതിരിക്കാനായിട്ട് കെട്ടിപ്പൂട്ടി വെച്ചതെന്ന് കുറച്ച് വിറകെടുത്ത് മാറ്റി അടുപ്പിന്റെ ചുറ്റും കൊണ്ടുവച്ചിട്ടുണ്ട്. ചെറിയൊരു നനവുണ്ടെങ്കിൽ അതൊക്കെ അടുപ്പ് കത്തുന്ന സമയത്തൊന്നും ഉണങ്ങി കിട്ടാനായിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കാറുള്ളത്. അടുപ്പ് കത്തിച്ചതും ആദ്യം തന്നെ ചെയ്തത് അമ്മയ്ക്കും അച്ഛയ്ക്കും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കലാണ് കേട്ടോ. ഇതാ 2 പേരുടെ കുളിയും കഴിഞ്ഞു, അലക്കാനുള്ള തുണിയും കഴുകിയിട്ടു. മോനാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും അച്ഛയും ഇതാ തിണ്ണയെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. രാത്രിക്ക് ദോശ ഉണ്ടാക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. ഞാൻ ചോറ് തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ചോറ് ഉച്ചയ്ക്കുള്ളതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അരി കൂടെ തിളപ്പിച്ച് അതിന്റെ കൂട്ടത്തിൽ ആ ചോറും കൂടെ ഇട്ട് തിളപ്പിച്ചെടുക്കാലോ എന്ന് വിചാരിച്ച് അമ്മ ദാ ആ പണിക്കാണ് കേട്ടോ നിന്നത്. പിന്നെ നമ്മളിവിടെ തിരുവോണ സദ്യയുടെ കൂട്ടത്തില് ശർക്കര ചേർത്ത് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും ഇന്നലെ കഴിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഇവരത് ഉണ്ടാക്കിയിരുന്നില്ല. അപ്പൊ ദാ ഇന്നാണ് ഇപ്പൊ വൈകുന്നേരം അത് പുഴുങ്ങിയെടുത്തത്. ഇതൊക്കെ നമ്മളും അവിടെ ഉണ്ടാക്കി കഴിച്ചിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കി അതിന്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം എടുത്ത് അവർ കഴിക്കുമ്പോൾ അതാണ് അത്രയും അവർക്ക് ഒരുപാട് സന്തോഷം. ഉച്ചക്കത്തേക്കാണെങ്കിൽ ഞാൻ അമ്മയോട് കൊള്ളു മതി എന്ന് പറഞ്ഞിരുന്നു. കൊള്ളു എന്ന് പറഞ്ഞാൽ മുതിരാട്ടോ. അപ്പൊ അതാണ് ഉച്ചക്കത്തേക്കായിട്ട് ഉണ്ടാക്കിയത്. കൂട്ടത്തിൽ മത്തൻ കറിയുമായിരുന്നു, അത് 2 ബാക്കിയുണ്ടായിരുന്നു. പിന്നെ രാത്രിക്ക് ഇതാ മുട്ടവർക്ക് മാത്രമാണ് ചെയ്തത്.